കഥയെ ആരംഭിക്കുന്നത് സാം ഡോസൺ എന്ന പേരുള്ള യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സ്റ്റാർബക്സിൽ ഒരു ബാരിസ്റ്റയായി സാം ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള ഒരു യുവാവാണ് അയാൾ. അങ്ങനെയൊക്കെയാണെങ്കിലും താൻ എന്ന വ്യക്തിയിൽ സാം വലിയ കോൺഫിഡന്റ് ആയിരുന്നു. നല്ല രീതിയിൽ സന്തോഷത്തോടെയായിരുന്നു സാം ജീവിച്ചിരുന്നതും. ഈ കാലഘട്ടത്തിനിടയിൽ ഹോംലെസ് ആയ ഒരു സ്ത്രീയുമായി സാമിന് ലൈംഗിക ബന്ധം സംഭവിച്ചു. അവരിപ്പോൾ ഗർഭിണിയുമാണ്. ഒരു ദിവസം തന്റെ ജോലിയിലായിരിക്കെ ആ യുവതി പ്രസവത്തിനായി ആശുപത്രിയിലാണ് എന്ന വിവരം സാമിനെ തേടിയെത്തി. സാം ഓടിപ്പിടിച്ച് ആശുപത്രിയിലേക്ക് ചെന്നു. ജോലിയിൽ ധരിച്ചിരുന്ന വസ്ത്രം പോലും മാറ്റാതായിരുന്നു സാം ഓടിച്ചെന്നത്. ആശുപത്രിയിലെത്തിയ സാം തന്റെ പ്രേമഭാജനം റബേക്കയെ കണ്ടു. റബേക്ക പ്രസവമുറിയിലാണ്. സാം റബേക്കയ്ക്ക് അടുത്തു ചെന്ന് കൈകൊടുത്ത് കൂടെ നിൽക്കാൻ ശ്രമിച്ചെങ്കിലും റബേക്ക സാമിനെ തള്ളി മാറ്റി. കുറച്ചു സമയം പിന്നിട്ടതും നഴ്സ് ഏറെ സുന്ദരിയായ ഒരു പെൺകുഞ്ഞുമായി സാമിന്റെ അടുത്തേക്കെത്തി. അവന്റെ കുഞ്ഞിനെ സാമിന്റെ കയ്യിലേക്ക് കൈമാറി. സാമിന്റെ സന്തോഷം അത്രമേൽ വലുതായിരുന്നു. ബേബിയെ കണ്ടതും തന്റെ കുട്ടിക്ക് വേണ്ടി താൻ എന്തു വേണമെങ്കിലും ചെയ്യും എന്ന് സാം ഉറപ്പിച്ചു. ബീറ്റിൽസ് എന്ന ഇംഗ്ലീഷ് റോക്ക് ബാൻഡിന്റെ ഫാനായിരുന്നു സാം. അവരുടെ ഫേമസ് ആയ സോങ് ഉണ്ട്, ലൂസി ഇൻ ദ സ്കൈ വിത്ത് ഡയമണ്ട്സ്. അതിലെ ലൂസി എന്ന പേരെടുത്ത് സാം തന്റെ മകൾ കിട്ടു. ഇതേസമയം റബേക്കയാകട്ടെ ഒരു കുട്ടിക്ക് ജന്മം നൽകിയതിൽ വലിയ സന്തോഷവതിയൊന്നുമായിരുന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് റബേക്ക പോന്നപ്പോൾ സാമും റബേക്കൊപ്പമുണ്ടായിരുന്നു. കുട്ടിയെ കൈകളിൽ വാരിപ്പിടിച്ച് റബേക്കയുടെ ഒപ്പം ബസ് പിടിക്കാൻ സാം ചെന്നു. പക്ഷേ ആൾക്കൂട്ടത്തിനിടയിലേക്ക് റബേക്ക പെട്ടെന്ന് പോയി മറയുകയായിരുന്നു. കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ സാമിന്റെ കൂടെ ജീവിക്കാനോ റബേക്ക ഒരുക്കമായിരുന്നില്ല. ലൂസിയുമായി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സാം പകച്ചു നിന്നു. റബേക്കയെ കുറെ തിരഞ്ഞു. ഒടുവിൽ കിട്ടില്ലെന്ന് കണ്ടതും കുട്ടിയുമായി സാം തന്റെ ഇടത്തേക്ക് പോയി. ലൂസിയെ ട്രീറ്റ് ചെയ്യാൻ സാം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കൈക്കുഞ്ഞാണല്ലോ. സാമിനാണെങ്കിൽ എങ്ങനെ ഒരു കൈക്കുഞ്ഞിനെ നോക്കും എന്നറിയാനുള്ള ബുദ്ധിവികാസവുമില്ല. തനിക്കറിയാവുന്ന പോലൊക്കെ സാം ലൂസിയെ നോക്കിക്കൊണ്ടിരുന്നു. ലൂസി തുടർച്ചയായി കരയുന്നതും മറ്റും അയൽവക്കക്കാരിയായ ആനി എന്ന സ്ത്രീ കേൾക്കുന്നുണ്ടായിരുന്നു. സാമിനെ പണ്ട് തൊട്ടേ അറിയാവുന്ന ആനി സാമിനെ സഹായിക്കാൻ തീരുമാനിച്ചു. സാമിനെ മനസ്സിലാവുന്ന തരത്തിൽ കുട്ടിക്ക് ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും ഭക്ഷണം കൊടുക്കണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും ആനി പറഞ്ഞുകൊടുത്തു. സാമിന് ഇഷ്ടപ്പെട്ട TV ഷോയുടെ ഗൈഡൻസ് വെച്ച് വേണ്ട കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാവുന്ന തരത്തിൽ ആനി വിശദമാക്കി കൊടുത്തു. അന്നു മുതൽ ആനിയുടെ നിർദ്ദേശപ്രകാരം സാം കുട്ടിയെ പരിപാലിക്കാൻ ആരംഭിച്ചു. ഒരച്ഛനായി മുമ്പോട്ടുള്ള ജീവിതം നയിക്കുക എന്നത് സാമിനെ അത്രമേൽ തിരക്കുള്ള മനുഷ്യനാക്കി മാറ്റിയിരുന്നു. തന്റെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളൊക്കെയും സാം മാറ്റിവെച്ചു. ഇടയ്ക്കൊക്കെ സാമിന്റെ കൂട്ടുകാർ സാമിനെ കാണാൻ വരും. ബ്രാഡ് എന്നും ജോ എന്നും റോബർട്ട് എന്നും ഇഫ്റ്റി എന്നുമായിരുന്നു അവരുടെ പേരുകൾ. സാമിനെ പോലെ തന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളവരാണ് അവർ. അവർ എത്തുന്ന ദിവസം അവർ ലൂസിയെ പരിപാലിക്കും, ലൂസിക്കൊപ്പം കളിക്കും. അന്നു മാത്രം സാമിന് കുറച്ച് റെസ്റ്റും കിട്ടും. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ലൂസി വളർന്നു വന്നു. സാമിന് ജോലിക്ക് പോവാതെ പറ്റില്ലല്ലോ. ആനിക്കടുത്ത് സാം സഹായം ചോദിച്ചു. ലൂസിയെ ബേബി സിറ്റ് ചെയ്യാമോ എന്നായിരുന്നു അത്. ആദ്യം ആനിക്കതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും നിഷ്കളങ്കമായ ലൂസിയുടെ മുഖം കണ്ടതും നോ പറയാൻ ആനിക്ക് സാധിച്ചില്ല. ആ ദൗത്യം ആനി ഏറ്റെടുത്തു. നാളുകൾ വീണ്ടും കടന്നുപോയി. ലൂസി ഇന്റലിജന്റും ക്യൂട്ടുമായ ഒരു പെൺകുട്ടിയായി വളർന്നു വന്നു. വളരെ മിടുക്കിയായിരുന്ന അവൾ എപ്പോഴും സാമിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. പല ചോദ്യങ്ങൾക്കും സാമിന് കൃത്യമായ ഉത്തരം പോലും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തനിക്കറിയാവുന്ന രീതിയിലായിരുന്നു സാം അവൾക്ക് മറുപടി കൊടുക്കുക. ഇടയ്ക്കൊക്കെ അവൾ തന്റെ അമ്മയെപ്പറ്റി ചോദിക്കും. എങ്ങനെ അതിന് മറുപടി പറയണം എന്ന് സാമിനൊരു പിടുത്തവുമുണ്ടായിരുന്നില്ല. മറ്റുള്ളവരിൽ നിന്നും തന്റെ അച്ഛൻ വിഭിന്നമാണ് എന്ന് ലൂസിക്ക് അറിയാമായിരുന്നു. ഒരു ഘട്ടത്തിൽ അതുകൊണ്ട് താൻ ഒരുപാട് ലക്കിയാണ് എന്നും ലൂസി ചിന്തിച്ചിരുന്നു. ഒരു കുട്ടിയെപ്പോലെ അവളുടെ കളിക്കൂട്ടുകാരനെ പോലെ ആയിരുന്നല്ലോ സാം പെരുമാറിയിരുന്നത്. അതൊക്കെ ലൂസിക്ക് ഒരുപാട് ഇഷ്ടവുമായിരുന്നു. പാർക്കിൽ പോയി ലൂസിക്കൊപ്പം കളിക്കുക, എല്ലാ ബുധനാഴ്ചയും ഐഹോപ്പിൽ പോയി ഭക്ഷണം കഴിക്കുക, അച്ഛനൊപ്പം പില്ലോ ഫൈറ്റിൽ ഏർപ്പെടുക, ഊഞ്ഞാലാടുക, അതെല്ലാം തന്നെ ലൂസിയേറെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. നാളുകൾ വീണ്ടും കടന്നുപോയി. ലൂസി അങ്ങനെ സ്കൂളിൽ പോവേണ്ടുന്ന ദിവസമായി. ലൂസിക്ക് ഷൂവും മറ്റും വാങ്ങാൻ സാമും കൂട്ടുകാരും പോയിരുന്നു. ലൂസിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പും മറ്റും വാങ്ങിയപ്പോ പണം തികയുന്നുണ്ടായിരുന്നില്ല. സാം ആകെ വിഷമിച്ചു നിന്നപ്പോ സാമിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ സാമിനെ സഹായിക്കാനെത്തി. നിഷ്കളങ്കമായ അവരുടെ സ്നേഹം പ്രകടമാകുന്ന സന്ദർഭങ്ങളായിരുന്നു അത്. ഏവരും സന്തോഷത്തിൽ ലൂസിക്ക് വേണ്ട സാധനങ്ങളും വാങ്ങി. കൂട്ടത്തിൽ അവർക്കൊക്കെ വേണ്ടി ഓരോ ബലൂണും കൂടി വാങ്ങിയായിരുന്നു അവിടെ നിന്ന് തിരികെ പോന്നത്. സ്കൂളിൽ വെച്ച് ലൂസിക്ക് എപ്പോഴും സപ്പോർട്ടീവായി സാം ഉണ്ടായിരുന്നു. ഒരു പ്രസന്റേഷനിൽ പറയുന്ന കാര്യങ്ങൾ ലൂസി മറന്നുപോയപ്പോൾ സാം ബുദ്ധിപൂർവ്വം ക്ലാസിന്റെ ശ്രദ്ധ തന്നിലേക്ക് തിരിച്ചു. അതുകൊണ്ട് തന്നെ ആരും ലൂസിയുടെ പ്രസന്റേഷനിലെ തെറ്റുകൾ ശ്രദ്ധിക്കില്ലല്ലോ. അവിടെയുള്ള കുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കാനും സാം അവളെ ഉപദേശിച്ചു. പ്രത്യേകിച്ചും കൂട്ടത്തിലെ കോണോർ എന്നു പേരുള്ള ഒരു പയ്യനുമായി. കോണോർ സാമിനോട് നല്ല രീതിയിലൊന്നും ആയിരുന്നില്ല ഇടപെട്ടത്. എന്നിട്ടും സാം അത്തരത്തിൽ പറഞ്ഞു. വായിക്കുക എന്നത് സാമിന്
കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അന്ന് സ്കൂളിൽ നിന്ന് കുറച്ച് പാടുള്ള ഒരു പുസ്തകം ലൂസി കൊണ്ടുവന്നപ്പോ അത് വായിക്കുവാൻ സാം കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒടുവിൽ അതൊക്കെ വേണ്ടെന്ന് വെച്ച് സ്ഥിരം വായിക്കുന്ന അവരുടെ ഫേവറേറ്റ് ബുക്കിലേക്ക് തന്നെ അവർ തിരികെ പോയി. ഒരു ദിവസം സാം ഐഹോപ്പിലെ ക്വിസ് സോൾവ് ചെയ്യാൻ നോക്കുകയായിരുന്നു. ആ സമയമാണ് ഒരു വേശ്യയായ സ്ത്രീ അങ്ങോട്ടേക്കെത്തി സാമിനെ സമീപിക്കാൻ ശ്രമിച്ചത്. സാം അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അത്തരത്തിൽ പബ്ലിക്കായി അവരുമായി ഇടപഴകുന്നതും സംസാരിക്കുന്നതുമൊന്നും സാമിന് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ അത് സാമിനെ കൊണ്ടെത്തിച്ചത് പിന്നീട് നടന്ന കാര്യങ്ങൾ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. ആ സമയത്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചൈൽഡ് ആൻഡ് ഫാമിലി സർവീസസിലെ ഒരു സോഷ്യൽ വർക്കർ സാമിന്റെ വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നത്. സാമിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയതും ലൂസിയുടെ സേഫ്റ്റിയെപ്പറ്റി ആ ലേഡി കൂടുതൽ കൺസേൺഡ് ആവാൻ ആരംഭിച്ചു. പിന്നീട് അടുത്തൊരു ദിവസം പ്രിൻസിപ്പൽ സാമിനെ വിളിച്ചു വരുത്തി ലൂസി വരച്ച ഒരു ചിത്രം സാമിന് കാണിച്ചു കൊടുത്തു. ആ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ അച്ഛൻ വളരെ ചെറുതാണെന്നും അച്ഛനേക്കാൾ വലുതാണ് താനെന്ന തരത്തിലും ലൂസി വരച്ചു വെച്ചിരുന്നു. ഇതൊന്നും അത്ര നല്ല കാര്യമല്ലെന്നും കുട്ടികൾ അങ്ങനെ ചിന്തിച്ച് വളരുന്നത് കുട്ടികൾക്ക് വരെ നല്ലതല്ല എന്നും പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. ക്ലാസ്സിൽ ലൂസിക്ക് പ്രോഗ്രസ് ഒന്നുമില്ലെന്നും ഇങ്ങനെ പോയാൽ ലൂസിയുടെ ബുദ്ധി വളർച്ച ബാധിക്കപ്പെടും, അവൾ തന്റെ അച്ഛനേക്കാൾ സ്മാർട്ടാവാൻ ആഗ്രഹിക്കാത്തതാണ് അതിന് കാരണം എന്നും ടീച്ചർ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടതും അത് സാമിനെ കൂടുതൽ ദുഃഖിപ്പിച്ചു. അന്ന് രാത്രിയിൽ സാം ലൂസിയോട് സംസാരിച്ചു. സ്കൂളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുള്ള ബുക്കുകളൊക്കെ ലൂസി വായിക്കണം, പഠിക്കണം എന്നവൻ വാശി പിടിച്ചു. ലൂസി നല്ല രീതിയിൽ അങ്ങനൊക്കെ ചെയ്താലേ അച്ഛന് സന്തോഷമാവൂ എന്നും സാം പറയുന്നുണ്ട്. പതിയെയാണെങ്കിലും ലൂസി ആ ബുക്കുകൾ വായിക്കാനും സാമിന് വായിച്ചു കൊടുക്കാനും ആരംഭിച്ചു. കഴിഞ്ഞ തവണ ഐഹോപ്പിൽ പോയപ്പോഴാണല്ലോ പോലീസ് കേസും പ്രശ്നവും ഉണ്ടായത്. അതുകൊണ്ടവർ ഐഹോപ്പ് വിട്ട് അടുത്ത ബുധനാഴ്ച ബിഗ് ബോയ് എന്ന റെസ്റ്റോറന്റിലേക്കായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോയത്. ഐഹോപ്പിൽ അവൻ കഴിച്ചിരുന്ന സെയിം ഫുഡ് തന്നെ വേണം എന്ന് പറഞ്ഞ ആ റെസ്റ്റോറന്റിലും സാം വാശി പിടിക്കാൻ തുടങ്ങി. അവിടുത്തെ വെയിട്രസ് ആ ഭക്ഷണം ഇവിടെ കിട്ടില്ലെന്ന് പറഞ്ഞ് സാമിനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കിയെങ്കിലും സാം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അന്ന് സാമിന്റെ ബിഹേവിയർ ഒക്കെ കണ്ട് ലൂസി വല്ലാതെ ഞെട്ടലോടെ സാമിനെ നോക്കുന്നുണ്ട്. വൈകാതെ ഒരു ദിവസം ലൂസിയുടെ ബർത്ത്ഡേ പാർട്ടി സാം അറേഞ്ച് ചെയ്തിരുന്നു. ലൂസിയുടെ സുഹൃത്തുക്കളും സാമിന്റെ ഫ്രണ്ട്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അന്ന് പാർട്ടി നടക്കുന്നതിനിടയിൽ ചൈൽഡ് ആൻഡ് ഫാമിലി സർവീസസിലെ മാർഗ്രറ്റ് അങ്ങോട്ടേക്ക് വന്നു. നേരത്തെ സ്റ്റേഷനിൽ വെച്ച് സാമിനെ ശ്രദ്ധിച്ചിരുന്ന അതേ ലേഡി തന്നെ. അന്ന് പാർട്ടി നടക്കുന്നതിനിടയിൽ ഒരു പ്രശ്നമുണ്ടായി. കോണറിനോട് സാം തട്ടിക്കയറി. കുട്ടിയാണെന്നുള്ള പരിഗണന പോലും സാമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. അത് കണ്ട് കോണറിന്റെ അച്ഛൻ അതിലിടപെട്ടു. അവിടെ പിടിയും വലിയുമുണ്ടായി. ഇതിനിടയിൽ വാക്കുതർക്കത്തിൽ ദേഷ്യത്തിൽ കോണർ അവിടെ വെച്ച് സാം ലൂസിയെ അഡോപ്റ്റ് ചെയ്തതാണ് എന്നാണ് ലൂസി തങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് വിളിച്ചു പറഞ്ഞു. സാമിനെ അതൊരുപാട് വേദനിപ്പിക്കുന്നതായിരുന്നു. ആ നടന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടതും സാമിനൊപ്പം ലൂസി സേഫല്ല എന്ന് മാർഗ്രറ്റ് ചിന്തിച്ചു. ലൂസിയെ അവിടെ നിന്നും തന്റെ അധികാരം ഉപയോഗിച്ച് മാർഗ്രറ്റ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കാര്യങ്ങൾ ജഡ്ജുമായി സംസാരിച്ച് തീരുമാനത്തിലെത്തിക്കണം എന്നും മാർഗ്രറ്റ് സാമിനോട് പറയുന്നുണ്ട്. വൈകാതെ അതിന്റെ തുടർച്ചയെന്ന വണ്ണം സാം ജഡ്ജിന് മുമ്പിലെത്തി. ജഡ്ജ് ആദ്യഘട്ടത്തിലെ തന്റെ വിധി പറഞ്ഞു. തൽക്കാലത്തേക്ക് വിചാരണ കഴിയും വരെ ലൂസിയെ നോക്കുന്നത് ചൈൽഡ് സർവീസസ് ആയിരിക്കും. 2 ആഴ്ചയിലൊരിക്കൽ സാമിന് ലൂസിയെ കാണാൻ സാധിക്കും, അതും കുറച്ച് മണിക്കൂറുകൾ. സാമിനെ അത് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. സാമിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സാം ജഡ്ജിനോട് അപേക്ഷിച്ചെങ്കിലും നിയമത്തിന്റെ വഴിക്കാണല്ലോ പോവുക. സാമിന്റെ കരച്ചിലും കണ്ണുനീരും ഒന്നും അവിടെ വിലപ്പോയില്ല. പിന്നാലെ സാം കാര്യങ്ങളെപ്പറ്റി തന്റെ കൂട്ടുകാരോട് സംസാരിച്ചു. കോടതിയിൽ സാമിന് വേണ്ടി വാദിക്കുവാൻ ഒരു ലോയറുടെ ആവശ്യമുണ്ടെന്നും അതിനുവേണ്ടി അവർ തന്നെ പത്രത്തിൽ നിന്നും ഒരു ലോയറുടെ നമ്പർ എടുത്ത് സാമിന് കൊടുക്കുകയും ചെയ്തു. കൂട്ടുകാരുടെ വാക്കുകൾ കേട്ട് ആ ലോയറെ മീറ്റ് ചെയ്യാൻ സാം പുറപ്പെട്ടു ചെന്നു. അവിടെ വെച്ചിട്ടായിരുന്നു സാം ആദ്യമായി റീറ്റ ഹാരിസൺ എന്ന പേരുള്ള യുവതിയെ കണ്ടുമുട്ടുന്നത്. റീറ്റ പൊതുവെ വളരെ ബിസിയായിട്ടുള്ള, എപ്പോഴും ദേഷ്യം വരുന്ന തരത്തിലുള്ള ഒരു ലേഡിയാണ്. റീത്തയുടെ എംപ്ലോയീസിന് പോലും റീത്തയെ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. റീത്തയുടെ കുടുംബജീവിതവും കുറച്ച് പ്രശ്നത്തിലാണ്. നല്ലൊരു വക്കീലാവാനും നല്ലൊരു അമ്മയാവാനും റീത്ത കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റീത്തയെ കണ്ട സാം തന്റെ സിറ്റുവേഷൻ, ലൂസിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഒക്കെയും റീത്തയോട് വിശദീകരിച്ചു. ഒക്കെ കേട്ടെങ്കിലും സാമിന് തന്റെ ഫീസൊന്നും താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാമിനെ ഒഴിവാക്കാനായിരുന്നു റീത്ത ശ്രമിച്ചത്. സാമിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അസിസ്റ്റന്റിന്റെ കയ്യിൽ കൊടുത്തേക്കാനും സാമിനെ സഹായിക്കാൻ പറ്റുന്ന ഒരു ലോയറെ തനിക്കറിയാം, അയാളെ കോണ്ടാക്ട് ചെയ്തിട്ട് താൻ പറയാം എന്നും റീത്ത പറഞ്ഞു. ലോയറെ അഫോർഡ് ചെയ്യാൻ പണം വേണമല്ലോ. അന്ന് ജോലിക്കെത്തിയ സാം തന്റെ ബോസിനെ കണ്ട് തനിക്കൊരു പ്രൊമോഷൻ ചോദിച്ചു. കോഫി മേക്കർ എന്ന സ്ഥാനത്തേക്കായിരുന്നു പ്രൊമോഷൻ. പക്ഷേ സാമിനെ കൊണ്ട് അതിന് സാധിക്കില്ലെന്ന് ചിന്തിച്ച് ബോസ് അപ്പോ അതിന് സമ്മതിക്കുന്നില്ല. വൈകാതെ സാം വീണ്ടും ചെന്ന് റീത്തയെ കണ്ടു. റീത്ത ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു അത്. റീത്ത പറഞ്ഞ ലോയറെ കോണ്ടാക്ട് ചെയ്തോ എന്നും മറ്റ് കാര്യങ്ങളും സാം റീത്തയോട് ചോദിച്ചു. എങ്ങനെയും സാമിനെ ഒഴിവാക്കി വിടാനായിരുന്നു റീത്ത ശ്രമിച്ചത്. അത് താൻ അറിയിക്കാം എന്ന് റീത്ത പറഞ്ഞു. ഇതൊക്കെ റീത്തയുടെ കോവർക്കേഴ്സ്
ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാം പോയപ്പോ അതാരാണ് എന്ന് റീത്തയോട് കോവർക്കേഴ്സ് ചോദിച്ചു. തനിക്ക് നല്ലൊരു പേര് കിട്ടാനും കോവർക്കേഴ്സിന്റെ മുമ്പിൽ ചെറുതാവാണ്ടിരിക്കാനും താൻ വോളണ്ടിയർ ചെയ്യുന്ന പ്രോബോണോ ആയി കൈകാര്യം ചെയ്യുന്ന ഒരു കേസാണിത് എന്ന് റീത്ത പറഞ്ഞു. പ്രോബോണോ എന്ന് പറയുന്നത് പണമൊന്നും വാങ്ങാതെ സർവീസായി മാത്രം സാമൂഹ്യ സേവനത്തിനു വേണ്ടി ചെയ്യുന്ന കേസ്. അത് കേട്ടതും ഏവരും ചിരിക്കുകയായിരുന്നു ചെയ്തത്. കാരണം റീത്ത അങ്ങനെയൊന്നും പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല എന്നവർക്കറിയാമായിരുന്നു. ഇതേസമയം മറുവശത്ത് സാമിന് അന്ന് ലൂസിയെ കാണാൻ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് സാം ഒരുപാട് വൈകിയിരുന്നു. ലൂസി സാമിനായി കാത്തിരുന്നു. ഒടുവിൽ ഓടി സാം അങ്ങോട്ടേക്ക് എത്തുകയാണ്. ലൂസിയെ കണ്ട് സാം സംസാരിച്ചു. റീത്തയെ പറ്റിയും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുമൊക്കെ തന്റെ പ്രിയപ്പെട്ട മകളോട് പറഞ്ഞു. താൻ അഡോപ്റ്റഡ് ആണ് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞതിൽ ലൂസിക്ക് കുറ്റബോധമുണ്ടായിരുന്നു. ലൂസി സാമിനോട് ക്ഷമ ചോദിച്ചു. തനിക്ക് തന്റെ അച്ഛനെ മാത്രം മതി എന്നവൾ വേദനയോടെ പറഞ്ഞു. അതൊന്നും സാരമില്ലെന്നും അതൊക്കെ പരിഹരിക്കാമെന്നും നിനക്ക് ഞാനൊരു ആൻസർ മെഷീൻ കൊണ്ടുതരാം, അപ്പോ നമുക്ക് സംസാരിക്കാമല്ലോ എന്നൊക്കെയായിരുന്നു സാം വളരെ നിഷ്കളങ്കമായി തന്റെ മകളോട് പറഞ്ഞത്. പിന്നാലെ കോർട്ടിൽ നിന്ന് സാമിനൊരു ലെറ്റർ കിട്ടിയിരുന്നു. എന്തു ചെയ്യണം എന്ന് സാമിന് അറിവുണ്ടായിരുന്നില്ല. സാം അതുമായി റീത്തയുടെ അടുത്തേക്കെത്തി. ആദ്യം സാമിനെ ഒഴിവാക്കാനായിരുന്നു റീത്ത ശ്രമിച്ചത്. പക്ഷെ കോവർക്കേഴ്സ് അത് ശ്രദ്ധിക്കുന്ന കണ്ടതും റീത്ത സാമിനെ സഹായിക്കാൻ തീരുമാനിച്ചു. ഏറ്റവും കുറഞ്ഞത് കോവർക്കേഴ്സിനിടയിൽ തനിക്ക് നല്ല പേരെടുക്കണമെന്നും അവർ തന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് മാറ്റണം എന്നും റീത്തയ്ക്കുണ്ടായിരുന്നു. കോർട്ടിൽ നിന്നുള്ള ലെറ്ററിൽ പറഞ്ഞിരുന്നത് സാമിന് ഒരു മെന്റൽ ഹെൽത്ത് ചെക്കപ്പ് വേണമെന്നായിരുന്നു. കൗൺസിലിംഗ് ചെയ്യൽ സാമിന് വലിയ ഭയമായിരുന്നു. പക്ഷെ കോർട്ട് ഓർഡറാണ്. റീത്ത തന്നെ സാമിനെ കൂട്ടിക്കൊണ്ടുപോയി. സൈക്കോളജിസ്റ്റുമായുള്ള ആ സെഷനിൽ സാം വല്ലാതെ വറീഡാവുന്നുണ്ട്. പ്രത്യേകിച്ചും ലൂസിയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് അവൻ പരിഭ്രാന്തനായിരുന്നു. സാമിന്റെ കേസ് ഏറ്റെടുത്തതോടെ സാമിന്റെ കാര്യങ്ങളിൽ റീത്ത കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. സാമിനെ പറ്റി, സാമിന്റെ പാരന്റിങ്ങിനെ പറ്റി, ലൂസിയുമായുള്ള ബന്ധത്തെപ്പറ്റി നല്ലത് പറയുന്ന ആളുകളെ റീത്തയ്ക്ക് വേണമായിരുന്നു. സാമിനോട് ചോദിച്ചപ്പോ സാമിന്റെ സുഹൃത്തുക്കളുടെ കാര്യമൊക്കെ സാം പറഞ്ഞു. അവരെ റീത്ത മീറ്റ് ചെയ്തു. അവരൊക്കെ സാമിനെ പറ്റി നിഷ്കളങ്കമായി നല്ലത് തന്നെയാണ് പറയുന്നതെങ്കിലും ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള അവരുടെ ടെസ്റ്റിമോണിയൽസ് കോടതിയിൽ വിലപ്പോവില്ലായിരുന്നു. ഒന്നും നടക്കില്ലെന്ന് കണ്ടതും റീത്തയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. നോർമലായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറഞ്ഞ് റീത്ത സാമിനെ വഴക്ക് പറയുക പോലും ചെയ്തു. സാം അങ്ങനാണ് ആനിക്കടുത്തേക്ക് എത്തുന്നത്. പക്ഷേ നെയ്ബർ ആനിക്ക് പാരനോയ ഉണ്ടായിരുന്നു. പുറത്തു പോവാനുള്ള വല്ലാത്തൊരു ഭയവും ആളുകളെ വിശ്വസിക്കാനുള്ള മടിയുമൊക്കെയാണ് അത്. വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്നവർക്ക് കോർട്ടിൽ വരെ പോവാൻ മനോധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് തനിക്ക് പറ്റില്ല എന്ന് ആനി പറഞ്ഞു. പിന്നീട് നടന്ന വിചാരണയിൽ സൈക്കോളജിസ്റ്റ് ഹാജരായി. ഒരു കുട്ടിയെ നോക്കുന്ന കാര്യത്തിൽ സാം കൺഫ്യൂസ്ഡ് ആണെന്നും ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളുമല്ല സാം ലൂസിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നൊക്കെ സൈക്കോളജിസ്റ്റ് സാക്ഷി പറയുന്നുണ്ടായിരുന്നു. ഫാമിലി ആൻഡ് ചൈൽഡ് സർവീസസിലെ ആളുകൾ അതൊക്കെ സാമിനെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷേ റീത്ത മികച്ച രീതിയിൽ അതിനെ ഡിഫെൻഡ് ചെയ്തു. സൈക്കോളജിസ്റ്റിനോട് റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ സൈക്കോളജിസ്റ്റിന്റെ വരെ കണ്ണു നിറയ്ക്കുന്ന തരത്തിലുള്ളതായിരുന്നു. സൈക്കോളജിസ്റ്റ് കണ്ണു നിറയുന്നത് കണ്ട് സാമിന്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ തന്നെ സഹായിച്ചതിന് റീത്തയോട് ഒരുപാട് നന്ദി സാമിന് തോന്നി. റീത്തയ്ക്ക് താൻ ലഞ്ച് വാങ്ങിക്കൊടുക്കാം എന്ന് സാം പറഞ്ഞു. നീ ഇങ്ങനെ മുതിർന്ന ആളെ പോലെ കഷ്ടപ്പെട്ട് ബിഹേവ് ചെയ്യാൻ നോക്കണ്ട എന്നായിരുന്നു റീത്ത സാമിനോട് അന്ന് പറഞ്ഞത്. അത് സാമിന് കുറച്ച് വിഷമമായി. തന്നെ മനസ്സിലാക്കാനും വിശ്വസിക്കാനും സാം റീത്തയോട് ആവശ്യപ്പെട്ടു. പിന്നീട് ഒരു ദിവസം സാം ലൂസിയെ കാണാൻ പോയി. കുഴപ്പമില്ലെന്നും നമുക്ക് പാർക്കിൽ പോകാം എന്നും പറഞ്ഞ് ലൂസി സാമിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ബസ്സിൽ അവർ യാത്ര ചെയ്തു പോകുമ്പോ പാർക്ക് എത്തിയിട്ടും ലൂസി ഇറങ്ങാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. സാമിനൊപ്പം രക്ഷപ്പെട്ട് ഓടിപ്പോവാനായിരുന്നു ലൂസിയുടെ ശ്രമം. പക്ഷേ സാമിന് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. നിഷ്കളങ്കമായി അതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ സാം ലൂസിയുമായി ചൈൽഡ് സർവീസസിന്റെ സെന്ററിലേക്ക് എത്തി. പുറത്തുപോയി ഒരുപാട് വൈകി അങ്ങോട്ടേക്ക് വന്നതിന്റെ പേരിൽ മാർഗരറ്റ് സാമിനോട് വലിയ തോതിൽ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. കൃത്യസമയത്ത് റീത്ത അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. റീത്ത അവരോട് സംസാരിച്ചു. സാമിന്റെ സിറ്റുവേഷനും മനസ്സിലാക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം കോർട്ട് റൂമിൽ ലൂസിയുടെ അവസരമായിരുന്നു. ലൂസിയായിരുന്നു അന്ന് സംസാരിക്കേണ്ടത്. തന്റെ അച്ഛൻ സ്മാർട്ടാണെന്ന് ബോധിപ്പിക്കാൻ കള്ളങ്ങൾ പറഞ്ഞ് ലൂസി കോർട്ടിൽ സംസാരിച്ചു. തന്റെ മകൾ തനിക്ക് വേണ്ടി പറയുന്നത് സാമിന് സന്തോഷമുണ്ടാക്കിയെങ്കിലും ലൂസി പറയുന്ന കള്ളങ്ങൾ അംഗീകരിക്കാൻ സാമിന് പറ്റില്ലായിരുന്നു. നുണകൾ പറയരുത് എന്ന് സാം അവിടെ വെച്ച് വീഡിയോയിൽ കണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും രാത്രിയിലും ലൂസിക്ക് വേണ്ടി സാം കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. സാമിന്റെ ഈ അവസ്ഥയൊക്കെ നെയ്ബറാനി കാണുന്നുണ്ട്. ഒടുവിൽ സാമിന് വേണ്ടി തന്റെ ഭയങ്ങളെ ഉള്ളിലൊതുക്കി കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ ആനി തീരുമാനിച്ചു. അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ സാം എത്ര നല്ലൊരു അച്ഛനാണ് എന്ന കാര്യങ്ങളൊക്കെ ആനി കോടതിയോട് പറഞ്ഞു. ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ആനിയുടെ അച്ഛനെ പറ്റി ചോദ്യങ്ങൾ വന്നു. ആനി വല്ലാതെ ഇമോഷണലായി. കോടതിയിൽ വെച്ച് കരയുക പോലും ചെയ്തു. അന്ന് ആനിയെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തത് റീത്തയും സാമും കൂടിയായിരുന്നു. അടുത്ത ദിവസം റീത്തയ്ക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. റീത്ത വീട്ടിലേക്ക് മടങ്ങി
മടങ്ങിയെത്തി. റീത്തയുടെ മകൻ വല്ലാത്തൊരവസ്ഥയിൽ വീട്ടിൽ തുടരുന്നുണ്ടായിരുന്നു. റീത്തയും ഭർത്താവും ബിസി വർക്കിംഗ് മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും മകൻ ഒറ്റയ്ക്കായിരുന്നു. റീത്തയും മകനും തമ്മിൽ നല്ലൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. റീത്തയ്ക്കൊപ്പം റീത്തയുടെ വീട്ടിലെത്തിയ സാമും അത് മനസ്സിലാക്കുന്നുണ്ട്. അടുത്തതായി വരുന്നത് സാമിന്റെ ഇൻട്രോഗേഷൻ ആയിരിക്കും. കോടതിയിൽ സാം സംസാരിക്കണം. കള്ളമൊന്നും പറയാത്ത സാമിനെ കള്ളങ്ങൾ ശരിയുടെ രീതിയിൽ എങ്ങനെ കുറച്ച് വളച്ചൊടിച്ചു പറയാം എന്നതിനെപ്പറ്റി റീത്ത പറഞ്ഞുകൊടുക്കാനൊക്കെ തുടങ്ങി. പക്ഷേ എന്തു തന്നെ പറഞ്ഞാലും സാമിന് കള്ളം പറയാനേ പറ്റില്ലായിരുന്നു. എങ്ങനെ നല്ല പാരന്റ്സ് ആവാം എന്നതിനെപ്പറ്റിയും സാമ കോർട്ടിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെപ്പറ്റിയും അന്ന് രാത്രി മുഴുവൻ റീത്ത സാമിന് ട്രെയിനിങ് കൊടുത്തു. പാരന്റിങ്ങിന്റെ സംസാരത്തിൽ റീത്തയുടെ കണ്ണു തുറപ്പിക്കുന്ന പല കാര്യങ്ങളും സാം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം കോർട്ടിൽ പോകുമ്പോൾ ഇടാൻ സാമിന് തന്റെ ഭർത്താവിന്റെ നല്ലൊരു കോട്ടും സ്യൂട്ടും റീത്ത എടുത്തു നൽകി. സാം അവിടെ നിന്ന് ജോലിക്കായി പോയിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് സാമിന് പ്രൊമോഷൻ കിട്ടിയ കാര്യം ചീഫ് സാമിനോട് പറയുന്നത്. സാമിന് അത്രയ്ക്ക് സന്തോഷം തോന്നി. അന്നവന് കോഫി മേക്ക് ചെയ്യണമായിരുന്നു. പക്ഷേ സാമിന് അതല്പം ബുദ്ധിമുട്ടായിരുന്നു. കോഫി ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിൽ സാമിന്റെ ദേഹത്തേക്ക് മിക്സിയിൽ നിന്ന് പല ഇൻഗ്രീഡിയൻസും തെറിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയായിരുന്നു സാം ഹിയറിംഗിന് എത്തിയത്. ഓടിപ്പിടിച്ച് അഴുക്കുപിടിച്ച കോട്ടുമായി സാം ഹിയറിംഗിലെത്തി. സാമിനെതിരെയുള്ള ലോയേഴ്സും മറ്റും അത് സാമിനെതിരെ ഉപയോഗിക്കാൻ വളരെയധികം താല്പര്യം കാണിച്ചു. പക്ഷെ അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും സാം വ്യക്തമായി ഉത്തരം പറഞ്ഞു. പക്ഷേ ചൈൽഡ് സർവീസസിന്റെ ആളുകൾ സാം മുമ്പ് മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളതും അവിടെ കഴിഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ സാമിനെ ഓർമ്മിപ്പിച്ചു. അത്തരത്തിലുള്ള സാമിന് സാമിന്റെ മകൾ റീത്തയ്ക്ക് വേണ്ടി എല്ലാം നല്ലത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സാമിനെ വല്ലാതാക്കി. നുണ പറയാൻ സാമിന് പറ്റില്ലായിരുന്നു. റീത്തയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന കാര്യമൊക്കെ സാം സ്വയം അംഗീകരിച്ചു. കണ്ണീരോടെ അവനത് ഏറ്റുപറഞ്ഞു. അവളെ നഷ്ടപ്പെടുത്തുന്നതിന് സ്വയം തന്നെ കുറ്റപ്പെടുത്തി പറയാനും തുടങ്ങി. കോടതിക്ക് അതിൽ വിധി പറയാൻ അധികം സമയം വേണ്ടായിരുന്നു. ഫോസ്റ്റർ ഹോമിൽ തന്നെ കുട്ടിയെ നിർത്താൻ കോടതി വിധിച്ചു. സാമും ലൂസിയും തമ്മിലുള്ള വിടപറയൽ ഏറെ ഇമോഷണൽ ആയിരുന്നു. ഇരുവർക്കും ഒന്നിച്ചല്ലാത്തൊരു ജീവിതം ചിന്തിക്കാനേ പറ്റില്ലായിരുന്നു. വൈകാതെ ലൂസി ഒരു ഫോസ്റ്റർ ഹോമിലേക്ക് മാറ്റി. പുതിയ ഫോസ്റ്റർ ഫാമിലി ലൂസിയെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യമൊക്കെ സാമിനെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ട് അവരുമായി അടുക്കുവാൻ ലൂസി പ്രയാസപ്പെട്ടു നിന്നു. പക്ഷേ പതിയെ പതിയെ അവരെ ലൂസി ഇഷ്ടപ്പെടാൻ ആരംഭിച്ചു. മറുവശത്ത് സാമാകട്ടെ ദുഃഖത്തിന്റെ പടുകുഴിയിലേക്ക് വീണിരുന്നു. ഒന്നിലും താല്പര്യമില്ലാതെ സാം ഒതുങ്ങിക്കൂടാൻ ആരംഭിച്ചു. റീത്ത പലവരു സാമിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഒടുവിൽ സാമിന്റെ വീട്ടിലേക്കും റീത്ത ചെന്നു. ഒടുവിൽ വാതിൽ തുറക്കാത്ത സാമിന്റെ വാതിൽ ചവിട്ടി തുറന്നായിരുന്നു റീത്ത അകത്ത് കടന്നത്. ഫോൾഡഡ് പേപ്പർ ഫിഗറുകൾ വെച്ച് രൂപമുണ്ടാക്കി അതിന്റെ മറുവശത്ത് സാം ഇരിക്കുകയായിരുന്നു. റീത്ത സാമിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. തനിക്കിനിയും സാമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിക്കലും റീത്തയെ പോലെ നോർമൽ അല്ല, പെർഫെക്റ്റ് അല്ല എന്നായിരുന്നു സാമിന്റെ മറുപടി. അത് റീത്തയെ അപ്സെറ്റ് ആക്കി. തന്റെ ലൈഫും പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ റീത്ത എണ്ണി പറയാൻ തുടങ്ങി. റീത്തയുടെ ഹസ്ബൻഡ് പരസ്ത്രീ ബന്ധമുള്ള ആളാണ്. മകനാണെങ്കിൽ തന്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നുമില്ല. മകനുമായുള്ള റിലേഷൻഷിപ്പും സ്ട്രഗിൾഡ് ആണ്. കോവർക്കേഴ്സിനാണെങ്കിൽ തന്നെ ഇഷ്ടം പോലുമല്ല. ഓരോന്നും എണ്ണിപ്പറഞ്ഞ് റീത്ത പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു. സാം റീത്തയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അന്നിരുവരും മനസ്സു തുറന്ന് സംസാരിച്ചിരുന്നു. റീത്തയോടൊപ്പമുള്ള സംസാരത്തിന് ശേഷം സാം തന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. തന്റെ ഏണിങ്സ് ഇൻക്രീസ് ചെയ്യാൻ പലതരം ജോലികൾ സാം ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ലൂസിയെ കാണുവാനും പോയി. പക്ഷേ സാം പിന്നീട് ലൂസിയെ കാണാൻ ചെന്നപ്പോൾ ലൂസിയുടെ ഫോസ്റ്റർ മം റാൻഡി അവനോട് ദേഷ്യപ്പെട്ടു. ലൂസിയെ സാം കാണാൻ വരാതിരുന്നപ്പോ ലൂസി അപ്സെറ്റ് ആയിരുന്നു. ഒരുപാട് വേദനിച്ചിരുന്നു എന്ന് പറഞ്ഞു. ലൂസിയും അന്ന് അച്ഛനെ കണ്ടപ്പോ ഏറെ ദേഷ്യത്തിൽ പെരുമാറി. സാം ലൂസിയോട് ക്ഷമ ചോദിച്ചു. താൻ പേടിച്ചിരിക്കുവായിരുന്നു എന്നും ലൂസിയെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നും സാം പറഞ്ഞു. വൈകാതെ ഒരു അസസ്മെന്റ് ഹിയറിംഗിന് റീത്ത മുമ്പിലേക്ക് വന്നിരുന്നു. ലൂസിക്ക് വേണ്ടി സാം എത്രത്തോളം ഇംപ്രൂവ് ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് കോടതിക്ക് മുമ്പിൽ റീത്ത വിശദീകരിച്ചു. പക്ഷേ മാർഗരറ്റ് അതിനിടയിൽ വന്നു. ലൂസിയുടെ ഫോസ്റ്റർ ഫാമിലി ലൂസിയെ അഡോപ്റ്റ് ചെയ്യാൻ ഒരുങ്ങി മുന്നിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. പിന്നീട് റീത്ത സാമുമായി സംസാരിച്ചു. ഫോസ്റ്റർ ഫാമിലിക്ക് ലൂസിയുടെ ഗാർഡിയൻഷിപ്പ് വിട്ടുകൊടുക്കാനും ഷെയർഡ് കസ്റ്റഡി നമുക്ക് ആവശ്യപ്പെട്ടു നോക്കാം എന്നുമായിരുന്നു റീത്ത പറഞ്ഞത്. സാമിനെ അത് വിഷമിപ്പിച്ചു. റീത്തയും തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ലല്ലേ എന്നവൻ ചോദിച്ചു. ലൂസിയെ സ്വന്തം മകളായി തന്റെ ഗാർഡിയൻഷിപ്പിലുള്ള കുട്ടിയായി തനിക്ക് വേണ്ടതിനെ പറ്റി ഇമോഷണലായി അവൻ സംസാരിച്ചു. അത് ലൂസിയുടെയും കണ്ണുകൾ നിറയ്ക്കുന്നതായിരുന്നു. എത്രമേൽ തന്റെ കുട്ടിയെ ഒരു പാരന്റ് സ്നേഹിക്കുമെന്നത് സാമിൽ നിന്ന് റീത്ത മനസ്സിലാക്കുകയായിരുന്നു. ലൂസിയുമായി കൂടുതൽ റീകണക്ട് ആകുവാൻ ലൂസി താമസിക്കുന്ന ഫോസ്റ്റർ ഹോമിനടുത്തുള്ള അപ്പാർട്ട്മെന്റിലേക്ക് സാം താമസം മാറ്റി. ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് പുറത്തു ചാടി ലൂസി സാമിനെ കാണാൻ ചെന്നു. പക്ഷേ സാമിന് അത്തരത്തിലുള്ള ലൂസിയുടെ പ്രവൃത്തി അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്നസെന്റ് ആയ സാം ലൂസിയെ പൊക്കിയെടുത്ത് ഫോസ്റ്റർ ഹോമിൽ പാരന്റ്സിന്റെ അടുത്ത് കൊണ്ടാക്കി.
മനസ്സിലാക്കി സാം അടുത്ത് വന്നതോടെ ലൂസി സാമിനൊപ്പം കുറെ സമയം ചിലവഴിക്കാൻ തുടങ്ങിയിരുന്നു. അത് ലൂസിയുടെ ഫോസ്റ്റർ മം റാൻഡിയെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്താൻ ആരംഭിച്ചു. ദിവസവും രാത്രി വീട് ചാടി സാമിനെ കാണാൻ എത്തൽ ലൂസിയുടെ പതിവായി മാറി. സാമിന് പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. സാം ഫോസ്റ്റർ ഹോമിലേക്ക് ലൂസിയെ കൊണ്ടുചെന്നാക്കും. ലൂസി അങ്ങനെ പുറത്തു ചാടാതിരിക്കാൻ ഫാമിലി അവിടെ ഒരു വേലി വെച്ചു. അതോടെ ലൂസി ഫ്രണ്ട് ഡോർ വഴി പുറത്തിറങ്ങാൻ ശ്രമിച്ചു. അന്ന് ലൂസി അതിന് ശ്രമിച്ചപ്പോ കൈയോടെ റാൻഡി ലൂസിയെ പിടികൂടി. എപ്പോ വേണമെങ്കിലും ലൂസിക്ക് തന്റെ അച്ഛനെ കാണാൻ പോവാമെന്നും പക്ഷെ പോകുന്നതിന് മുമ്പ് തന്നോടൊരു വാക്ക് പറയണം എന്നും റാൻഡി ലൂസിയോട് ആവശ്യപ്പെട്ടു. ലൂസിയും സാമും തമ്മിൽ അടുപ്പം വർദ്ധിക്കും തോറും ലൂസിയും റാൻഡിയും തമ്മിൽ ഒരകലം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വൈകാതെ കോടതിയിൽ അഡോപ്ഷൻ ഹിയറിംഗ് വരികയായിരുന്നു. സാമുമായുള്ള അടുപ്പത്തിൽ നിന്നും പരിചയത്തിൽ നിന്നും ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും അളവുകോൽ മനസ്സിലാക്കിയ റീത്ത തന്റെ ജീവിതം മെച്ചപ്പെടുത്തിയെടുത്തു. പ്രശ്നക്കാരനായ ഭർത്താവിനെ ഉപേക്ഷിച്ചു. മകൻ വില്ലിയുമായി ഏറെ സ്നേഹബന്ധത്തിലായി. അന്ന് ഹിയറിംഗിന് പോകുന്നതിന് മുമ്പ് സാമിനൊരു കോട്ടും സ്യൂട്ടുമായി റീത്ത എത്തിയിരുന്നു. സാമിന്റെ കേസ് എടുത്തതിൽ താൻ എത്രമാത്രം സന്തുഷ്ടയാണ്, സാറ്റിസ്ഫൈഡ് ആണെന്ന് റീത്ത അന്ന് സാമിനോട് പറഞ്ഞു. പക്ഷേ ലൂസിയെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഫോസ്റ്റർ പാരന്റ്സ് അതിൽ നിന്ന് മനസ്സ് മാറിയിരുന്നു. അന്ന് വൈകുന്നേരം അവർ സാമിന്റെ വീട്ടിലേക്കെത്തി. ലൂസിയെ സാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. സാമിനെ പോലെ ഒരിക്കലും തങ്ങൾക്ക് അവളെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന് ഫോസ്റ്റർ മം റാൻഡി പറഞ്ഞു. കോടതിയിലെ ഹിയറിംഗിൽ സാമിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ കൂടെ നിൽക്കാം എന്നും റാൻഡി വ്യക്തമാക്കി. പക്ഷേ സാമും കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് ഉണർന്നിരുന്നു. ലൂസിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്മയുടെ ആവശ്യമുണ്ടെന്നും അച്ഛനായി താൻ ലൂസിയുടെ കൂടെ നിൽക്കുമ്പോ അമ്മയായി ലൂസിയുടെ കൂടെ റാൻഡിക്ക് നിൽക്കാമോ എന്ന് സാം തിരക്കി. റാൻഡി സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു. സന്തോഷം കൊണ്ട് റാൻഡിയുടെ കണ്ണുകൾ വരെ നിറഞ്ഞിരുന്നു. കോടതിയിലെ വിചാരണകൾക്കും ഒക്കെയൊടുവിൽ സാമിന് ലൂസിയുടെ കസ്റ്റഡി ലഭിച്ചു. സന്തോഷത്തോടെ മകൾക്കൊപ്പം സാം ജീവിക്കാൻ ആരംഭിച്ചു. സാമിന്റെ കൂടെ റീത്തയും മകനും റാൻഡിയും കുടുംബവും സാമിന്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ഏറെ സന്തോഷകരമായി അവരുടെ ജീവിതം മുമ്പോട്ടു പോകുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.